പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യ ചൈന ബന്ധം ശരിയായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമെന്നും ഉഭയകക്ഷി ചർച്ചയിൽ മോദി വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയും തമ്മിൽ തന്ത്രപ്രധാനമായ സഹകരണം ആവശ്യമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേർന്നുണ്ട്. അനൂപ്, അങ്ങനെ ഒരു ചർച്ച വളരെ ശുഭകരമായി പര്യവസാനിച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനത്തിലെത്തിയിട്ടുള്ളത്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. സംയുക്തമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനവും നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഒരു പ്രസ്താവന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. എന്തായാലും ഇരു നേതാക്കളും സംസാരിച്ചപ്പോൾ, കൂടിക്കാഴ്ചയിൽ വെച്ച് സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു 7 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു കുഴപ്പം പിടിച്ച അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള അടിത്തറ പാകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലും മറ്റും പ്രശ്നങ്ങൾ ഇപ്പോഴില്ല, ശാന്തമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയെ ചൈനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ഷീ ജിൻപിങ്ങും പറഞ്ഞു. ഒപ്പം തന്നെ ഏഷ്യയുടെ സമാധാനത്തിന് ഈ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഷീ ജിൻപിങ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളിൽ വാണിജ്യം, വ്യാപാരം, മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ ഉൾപ്പെടെ ചർച്ച നടക്കും. ഒരു കാര്യം കൂടി, ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ വർഷങ്ങളായിട്ടില്ല. അത് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ശരി അനൂപ്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ സഹകരണത്തിലേക്ക് നീങ്ങുകയാണ്. വരും ദിവസങ്ങളിലും ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അനൂപ് ദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്.